നമസ്കാരം. ഇന്നത്തെ വീഡിയോ മുട്ടക്കറി കേട്ടോ. ഓക്കെ, അപ്പം മുട്ടക്കറി എങ്ങനെയാണ് കൂടുതൽ രുചിയോടെ തയ്യാറാക്കാമെന്ന് വീഡിയോ കാണാം. അപ്പോൾ അതിനാദ്യം ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 പേർക്ക് സെർവ് ചെയ്യാനുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മുട്ടയുടെ മുകളിൽ വരുന്ന രീതിയിൽ വേണം വെള്ളം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അതൊന്ന് നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. ഇനി ഒരു സവാളയുടെ പകുതി, കുറച്ച് ഇഞ്ചി, 2 എരിവുള്ള പച്ചമുളകാണ്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും. ഇത്രയും ഐറ്റംസാണ് കറിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രം വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. മുട്ടക്കറി വെക്കുമ്പോൾ ഞാൻ കടുക് യൂസ് ചെയ്യാറില്ല, അത് രുചിയിൽ ചെറിയൊരു വ്യത്യാസം വരും പോലെയാണ്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞളും മുളകും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാലിനൊക്കെ ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കാം. ഇനി അതിലേക്ക് കറിയെ രുചിക്കൂട്ടിലേക്ക് മാറ്റുന്നത് ഈ കുറച്ച് വലിയ ജീരകമാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തേങ്ങക്കൊപ്പമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, ലൂസായി പോകാതിരിക്കാൻ വേണ്ടി. ഇനി അത് നന്നായി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കറിയുടെ തിക്നെസ് നിങ്ങൾക്ക് വേണ്ട പോലെ നോക്കിയിട്ട് ചെയ്യാം. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കറി ചെറിയൊരു തിളയൊക്കെ വരുന്നുണ്ട്. ഇനി എഗ്ഗിൻ്റെ തൊലി കളഞ്ഞ് അതൊന്ന് 2-3 വരച്ചിട്ട് നമുക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സാലനയുടെ ഫ്ലേവർ മുട്ടയിലേക്ക് കയറുന്നതാണ്. സാലന ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എഗ്ഗിൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറിയുടെ രുചിക്കൂട്ട് എന്ന് പറയുന്നത് വലിയ ജീരകത്തിൻ്റെയും ഇഞ്ചി, അതുപോലെ മല്ലിയില, ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് കറിയെ രുചിയുള്ളതാക്കിയിട്ടുള്ളത്. ഈ കറിയിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടും നമുക്ക് തയ്യാറാക്കാം, പുഴുങ്ങിയിട്ടിടാതെ. അങ്ങനെയും ഈ സാലനയിലേക്ക് മുട്ടക്കറി വെക്കാൻ പറ്റുന്നതാണ്. ലൈക്കും സബ് ചെയ്യണേ. താങ്ക് യു.